സിമ്പിൾ ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണങ്ങിയ ചെമ്മീൻ വറുത്തെടുക്കുന്ന വീഡിയോയാണ്. 100 ഗ്രാം ചെമ്മീൻ ആണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഒരു ചീനച്ചട്ടി സ്റ്റവ് ഓണാക്കി അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാവുന്ന സമയത്ത് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം. ഈ ചെമ്മീൻ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വൃത്തിയാക്കിയ ചെമ്മീൻ അതിലേക്കിട്ട് കഴുകിയിട്ട് ചീനച്ചട്ടിയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. കൈകൊണ്ടിടാൻ പേടിയുള്ളവർ ആ കയ്യിലേക്കിട്ടിട്ട് അതുകൊണ്ടിട്ടാലും മതി. ഈ ചെമ്മീൻ നേരത്തെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അത് കുതിർന്നു പോവും. കുതിർന്നു കഴിഞ്ഞാൽ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത്രയും സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ കഴുകി പിഴിഞ്ഞിട്ടിട്ടുള്ളത്. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടത്തരം ചെമ്മീനൊക്കെ വറുത്തെടുക്കാനായിട്ട് ഏകദേശം 10 മിനിറ്റോളം എടുക്കും. ഇതിന് നമുക്ക് കൃത്യമായ സമയവും പറയാൻ പറ്റില്ല. ചെമ്മീൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുന്ന സമയം വ്യത്യാസം വരും. ഇതിപ്പോൾ ഏകദേശം പകുതി ഫ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ കളർ ചേഞ്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് നല്ലപോലെ ഫ്രൈ ആവുന്ന സമയത്ത് ഇതിങ്ങനെ തമ്മിൽ മുട്ടിയിട്ടൊരു കിലുങ്ങുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഏകദേശം മൊരിയാറായിട്ടുണ്ട്. ഇനി അതുമല്ല മൊരിഞ്ഞു എന്ന് മനസ്സിലാക്കാനായിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഒടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് 4 ഉള്ളി പൊളിച്ച് കഴുകി ചെറുതായി അരിഞ്ഞെടുക്കാം. ഒരു തണ്ട് വേപ്പിലയും കഴുകിയെടുത്ത് വെക്കാം. അപ്പോൾ ചെമ്മീൻ ഒടിച്ച് നോക്കിയപ്പോൾ ഒടിയുന്നുണ്ട്. അപ്പോൾ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ സെയിം ചീനച്ചട്ടി തന്നെ അതിൽ ബാക്കി എണ്ണയുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്നും മൊരിഞ്ഞ് കഴിയുമ്പോൾ ഈ വേപ്പിലയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നന്നായി മൊരിയണം. അതല്ലെങ്കിൽ ചെമ്മീൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോൾ തണുത്തു പോവും. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീനും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉണക്ക ചെമ്മീൻ ഫ്രൈ റെഡിയായി. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. ഇതിൻ്റെ ചൂടൊന്ന് പോയ ഉടനെ തന്നെ ഇത് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിച്ചാൽ കുറച്ച് ദിവസം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.